തിരുവനന്തപുരം പൊന്മുടിയുടെ മടക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന വിസ്മയങ്ങളിലൊന്നാണ് മരുത്വാമല. മരുത്വാമല എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് കന്യാകുമാരിയിലെ പ്രസിദ്ധമായ ഒരു കുന്നിനെക്കുറിച്ചാണെങ്കിലും വന്യതയും നിശബ്ദതയും ഇഴചേർന്ന പൊന്മുടിയുടെ ഈ മരുത്വാമല തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. പൊന്മുടിയിലെ ആ വിചിത്രമായ മരത്തിനടുത്ത് നിന്നാണ് ഞങ്ങളുടെ ഈ യാത്ര ആരംഭിക്കുന്നത്. ഓരോ ചുവടിലും കാട് അതിൻ്റെ ഭാവം മാറ്റിക്കൊണ്ടിരുന്നു. നിബിഡമായ വനത്തിനുള്ളിലെ ഇരുളും അതിനിടയിലൂടെ അരിച്ചെത്തുന്ന സൂര്യപ്രകാശവും ഒരു മാന്ത്രിക ലോകത്തെ അനുസ്മരിപ്പിച്ചു. പണ്ട് തേയിലയും കാപ്പിയും വിളഞ്ഞു നിന്നിരുന്ന തോട്ടങ്ങൾ ഇന്ന് പ്രകൃതി പൂർണ്ണമായും തിരിച്ചു പിടിച്ചിരിക്കുന്നു. കാടുകയറിയ ആ പഴയ തോട്ടങ്ങളിലൂടെ നടക്കുമ്പോൾ വന്യതയുടെ ഒരു പ്രത്യേക ഗന്ധം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. വന്യമൃഗങ്ങൾ അവശേഷിപ്പിച്ച അടയാളങ്ങൾ യാത്രയിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. മരങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന പക്ഷികളുടെ കളകൂജനങ്ങളും ഞങ്ങളുടെ കാൽപ്പെരുമാറ്റം കേട്ട് ദൂരെ എവിടെയോ കുറ്റിച്ചെടികൾക്കിടയിലൂടെ വന്യമൃഗങ്ങൾ ഓടിമറയുന്ന ശബ്ദവും കൃത്യമായി കാതുകളിൽ പതിക്കുന്നുണ്ടായിരുന്നു. ഏകദേശം 1.5 മണിക്കൂർ നീണ്ട നടത്തത്തിനൊടുവിൽ ഞങ്ങൾ കമ്പിമൂട് എന്ന സ്ഥലത്തെത്തി. ഇവിടെ കാവൽ ദൈവമായി കറുപ്പസ്വാമിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട്. ഭക്തിയും ഭയവും കലർന്ന ഒരു പ്രത്യേക അന്തരീക്ഷമാണ് ഇവിടെ. കറുപ്പസ്വാമിയെക്കുറിച്ച് ഇതിനു മുൻപ് ഞാൻ വിശദമായ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഓർക്കുമല്ലോ. അതിനു മുൻവശത്തായി വിശാലമായ ചതുപ്പുകളാണ്. ഞങ്ങളവിടെ എത്തുന്നതിന് തൊട്ടു മുൻപ് ഒരു ആനക്കൂട്ടം അവിടെ വന്നുപോയതിൻ്റെ വ്യക്തമായ അടയാളങ്ങൾ ആ ചതുപ്പിൽ കാണാമായിരുന്നു. കറുപ്പസ്വാമിയുടെ സന്നിധിയിൽ നിന്നും വീണ്ടും 1/2 മണിക്കൂർ കൂടി വനത്തിനുള്ളിലെ ഇടുങ്ങിയ ഒറ്റയടിപ്പാതയിലൂടെ നടന്നപ്പോൾ ദൂരെ നിന്ന് തന്നെ വെള്ളം വീഴുന്ന ശബ്ദം കേട്ടു തുടങ്ങി. മനോഹരമായ ഒരു വെള്ളച്ചാട്ടം. കഠിനമായ വേനലായതുകൊണ്ട് തന്നെ വെള്ളം കുറവാണെങ്കിലും പാറക്കെട്ടുകളിലൂടെ തട്ടുതട്ടുകളായി താഴേക്ക് പതിക്കുന്ന ആ ജലപാതത്തിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. പെയ്തൊഴിഞ്ഞ ജലധാരയുടെ ആ ശാന്തത വല്ലാത്തൊരു അനുഭവമാണ്. ഇവിടെ ഒന്ന് വിശ്രമിക്കാനും ആ കാടിൻ്റെ തണുപ്പേൽക്കാനും കിട്ടിയ സമയം വളരെ മനോഹരമായിരുന്നു. ഇനി മടക്കയാത്രയാണ്. ഇങ്ങോട്ടേക്ക് വന്ന വഴിയിലൂടെ കറുപ്പസ്വാമിയുടെ അടുത്തുവരെ നടന്നിട്ട് അവിടെ നിന്ന് പഴയ എസ്റ്റേറ്റ് റോഡിലൂടെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി. കാടിൻ്റെ ഉൾഭാഗത്തായി ഇപ്പോഴും ചില വീടുകൾ ഉണ്ട് എന്നതും അവിടെ ആളുകൾ താമസിക്കുന്നുണ്ട് എന്നതും കൗതുകകരമായ ഒരു കാഴ്ചയായിരുന്നു. മഴയ്ക്ക് ശേഷമാണെങ്കിൽ ഈ വഴി ഇതിലും ഹരിതാപമായിരിക്കും. അതിനാൽ തന്നെ മഴയ്ക്ക് ശേഷം ഒരിക്കൽ കൂടി ഈ വഴികളിലൂടെ വരണമെന്ന ആഗ്രഹത്തോടെ ഞങ്ങൾ മലയിറങ്ങി. പൊന്മുടി ഗോൾഡൻ വാലി ചെക്ക് പോസ്റ്റിൽ രാവിലെ വന്ന് ഒരാൾക്ക് 700 രൂപ നിരക്കിൽ 5 പേർക്ക് 3500 രൂപ ടിക്കറ്റ് എടുത്ത് വനം വകുപ്പിൻ്റെ അനുമതിയോടെ നമുക്ക് ഈ വനയാത്ര നടത്താവുന്നതാണ്.